മേരി മേജർ ബസിലിക്ക പോപ്പിൻ്റെ 4 റോമിലുള്ള മേജർ ബസിലിക്കകളിൽ ഒന്നാണ്. ഇതിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് AD 352 പണിയപ്പെട്ടത്. അത് 2 വ്യക്തികൾക്ക് ലഭിച്ച സ്വപ്നത്തിൻ്റെ ഒരു സാക്ഷാത്കാരമാണ്. പോപ്പ് ലിബേരിയോയ്ക്കും അതോടൊപ്പം തന്നെ റോമിലുള്ള ജോവാനി എന്ന പേരുള്ള ധനികനായിട്ടുള്ളൊരു വ്യക്തിക്കും അയാളുടെ ഭാര്യയ്ക്കും ലഭിച്ച നിർദ്ദേശമനുസരിച്ച് പണിതതാണ്. ഒരിക്കലും മഞ്ഞ് പെയ്യാത്തൊരിടമാണ് റോമിൽ. അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ടാകും. അവിടെ പള്ളി പണിയണം എന്നാണ് അവർക്ക് ലഭിച്ച നിർദ്ദേശം. അതനുസരിച്ചാണ് ദേവാലയം പണിയുവാൻ വേണ്ടി ആരംഭിക്കുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും ഓഗസ്റ്റ് 5-ാം തീയതി ഏറ്റവും മുകളിൽ നിന്നും വെള്ളക്കടലാസുകളും പൂക്കളുമൊക്കെ വിതറുന്ന ഒരു പാരമ്പര്യവും ഈ ബസിലിക്കയ്ക്കുണ്ട്. അതിന്നും തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇത് ബസിലിക്കയുടെ പ്രധാന കവാടമാണ്. കവാടത്തിലൂടെ കടന്നു കഴിയുമ്പോൾ ഒരു അത്ഭുത ലോകത്തിലേക്ക് കടന്ന പോലെയാണ് നമുക്ക് തോന്നുക. ആയിരക്കണക്കിന് ചിത്രങ്ങളുടെയും പ്രതിമകളുടെയും ഒരു അത്ഭുത കലവറയാണ് ഈ ബസിലിക്ക. ഇനി അതിനകത്ത് തന്നെയുള്ള ചെറിയ 5 പ്രധാനപ്പെട്ട ചാപ്പലുകളാണ്. ഇത് ഇവിടുത്തെ മാമോദീസ തൊട്ടിൽ സ്ഥിതി ചെയ്യുന്ന ചാപ്പലാണ്. ഇത് വേറൊരു ചാപ്പലാണ്. ഈ ചാപ്പലിൽ പല വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ അടങ്ങിയൊരു ഭാഗമാണത്. ബസിലിക്കയുടെ പ്രധാന ഭാഗത്തിൻ്റെ 2 സൈഡിലായിട്ട് ചെറിയ ചാപ്പലുകളിലേക്ക് പോകുന്ന വിധത്തിലും അതോടൊപ്പം തന്നെ മനോഹരമായ ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള വരാന്ത അതിൻ്റെ ഒരു ഭാഗമാണത്. അതോടൊപ്പം തന്നെ ഈ ബസിലിക്കയിൽ 7ഓളം മാർപ്പാപ്പമാരെ സംസ്കരിച്ചിട്ടുണ്ട്. അവരുടെ കബറിടങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ഇറ്റലിയിലെ പ്രധാനപ്പെട്ട ശില്പികളിലൊന്നായ ജാൻ ലൊറെൻസോ ബെർണീനിയുടെ ശവകുടീരമാണ്. ഇവിടുത്തെ പ്രധാന അൾത്താരയുടെ കീഴിൽ ബെർണീനി കുടുംബത്തിന് വേണ്ടി നൽകിയിട്ടുള്ള ഒരു കല്ലറയാണത്. ഇത് ബസിലിക്കയുടെ പ്രധാന അൾത്താരയാണ്. ഈ പ്രധാനപ്പെട്ട 4 ബസിലിക്കകളിൽ ഈ അൾത്താരയിൽ ബലിയർപ്പിക്കുന്നത് പോപ്പുമാർ മാത്രമായിരിക്കും. മറ്റ് ബിഷപ്പുമാർ വരുമ്പോൾ ഈ അൾത്താരയ്ക്ക് പുറകിലുള്ള അല്ലെങ്കിൽ അൾത്താരയോട് ചേർന്നുള്ള ചെറിയ അൾത്താരകളായിരിക്കും അവർ ബലിയർപ്പിക്കുക. ora pro nobis
Regina Martyrum, ora pro nobis. Regina Confessorum, ora pro nobis. Regina Virginum, ora pro. ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ അൾത്താരയുടെ താഴെ ഈശോയുടെ പുൽത്തൊട്ടിയുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. അഞ്ച് കപ്പകളിൽ പ്രധാനപ്പെട്ട ഒരു കപ്പേളയാണ്. ഇവിടെ നിത്യ ആരാധന ഉള്ള ഒരു സ്ഥലമാണ്. സമാധാനത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ മാർബിൾ പ്രതിമയാണിത്. പുൽക്കൂട്ടിൽ വയ്ക്കുന്ന മാർബിൾ പ്രതിമകളാണത്. 1291 മുതൽ സൂക്ഷിക്കപ്പെടുന്ന പ്രതിമകളാണിത്. റോമൻ ജനതയുടെ രക്ഷകയായ പരിശുദ്ധ അമ്മയുടെ ചിത്രം ചിത്രകാരന്മാരുടെ പേട്രനായ വിശുദ്ധ ലൂക്ക സുവിശേഷകൻ വരച്ച ചിത്രമെന്നാണ് ഇതിനെക്കുറിച്ച് പറയുക. ദേവദാരു തടി കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു ചിത്രമാണിത്. അതോടൊപ്പം തന്നെ ഗ്രിഗറി 1 മാർപ്പാപ്പ ഈ ചിത്രം വഹിച്ചുകൊണ്ട് റോമ നഗരത്തിലൂടെ 3 ദിവസം പ്ലേഗിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പ്രദക്ഷിണം നടത്തിയെന്ന ഒരു പാരമ്പര്യം കൂടി ഈ ചിത്രത്തിനുണ്ട്.